ഇന്ത്യ ചൈന, അതായത് കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നം ഒരു ഇൻ്റർനാഷണൽ മീഡിയയിലും വളരെ മെയിൻ സ്ട്രീമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് വീണ്ടും ഇഷ്യൂ കുറച്ചും കൂടെ ഹോട്ടപ്പായി. കാരണം അരുണാചലിലെ അതിർത്തിയിൽ ഇന്ത്യൻ റോഡ്സ് ആർമിയുടെ ഒരു സെഗ്മെൻ്റാണ്, ബോർഡർ റോഡ്സ് പണിയുന്ന ഒരു സെഗ്മെൻ്റാണ്. അപ്പം അവരത് പണിയാൻ തുടങ്ങിയപ്പോൾ, അതായത് അതിൻ്റെ വർക്ക് വളരെ വർഷങ്ങളായിട്ട് നിർത്തിവെച്ചേക്കുമായിരുന്നു. അതിൻ്റെ പണി ആരംഭിച്ചപ്പോൾ വീണ്ടും ചൈന പ്രശ്നമുണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഈ അടുത്ത സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതാണ്ട് ലോകത്തെ ഏറ്റവും 13,000 അടി മുകളിൽ ഒരു ടണലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അപ്പോഴും ചൈന പ്രശ്നമുണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഈ സമയത്ത് തന്നെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു ഒരു UK ബേസ്ഡ് തിങ്ക് ടാങ്ക്. അപ്പം ഈ തിങ്ക് ടാങ്കിനെ പറ്റി പറയുവാണെങ്കിൽ അവർക്ക് വളരെ ക്രെഡിബിലിറ്റി ഉള്ളൊരു ഗ്രൂപ്പാണ്. അവർ ഈ ലോകകാലം ജിയോ പൊളിറ്റിക്സ്, ലോകത്തിലെ സെക്യൂരിറ്റി, അതേപോലെ വാർ എക്യുപ്മെൻറ്റ്സ്, ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാം ഡോക്യുമെൻറ്റേഷൻ ബേസ്ഡ് ആണ്. അപ്പം അവർ പറഞ്ഞേക്കുന്നു 2025-2030 ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഗാൽവാൻ്റെ ഇഷ്യൂ അറിയാം, മറ്റുള്ള ബോർഡറുമായിട്ടുള്ള ലഡാക്കിലെ ഇഷ്യൂ അറിയാം, ഇന്ത്യ ചൈന. അതേപോലെ തന്നെ ഇന്നലെ ഇന്ത്യൻ ആർമിയുടെ ചീഫ് ജനറൽ മനോജ് പാണ്ഡെ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് ഈ ടെൻഷൻ ഇപ്പോഴും ഉണ്ട് ഇന്ത്യ ചൈന ബോർഡറിൽ. ഏകദേശം 60,000 ഇന്ത്യൻ പട്ടാളക്കാരാണ് അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതായത് അയവൊന്നും ഉണ്ടായിട്ടില്ല, കമാൻഡർ ലെവലിലുള്ള ടോക്സ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇന്ത്യ ചൈന അത് അയവ് വന്നിട്ടില്ല, പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾക്കുമാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത്. ഒരു രാജ്യത്തിന് മാത്രമല്ല, രണ്ട് രാജ്യത്തിനും ഇതിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ ഗുണം കിട്ടാതെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ചൈന ഈ ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ഇന്ത്യയുടെ ബോർഡറിൽ, ഇപ്പം ഇന്ത്യയുടെ ബോർഡർ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബോർഡറാണ് ഏറ്റവും വലിയ ബോർഡർ, ഇന്ത്യയും പാകിസ്ഥാനും ബോർഡർ അല്ല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എന്തിനാണ് ചൈന ഇങ്ങനൊരു പ്രശ്നം, ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്? അതിനെ മറ്റുള്ള രാജ്യങ്ങളെയും വെച്ച് ഇന്ത്യയായിട്ട് ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട്, ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പുറകിലൊരു സംഭവം കാണുമല്ലോ, എന്താണ് ഇതിൻ്റെ കാര്യം? അപ്പം അതിനെപ്പറ്റി ബ്രിട്ടീഷ് UK ബേസ്ഡ് തിങ്ക് ടാങ്ക് പറയുന്ന റിസർച്ച് പേപ്പറിൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അവർ തന്നെയാണ് പറയുന്നത് 2025-2030 ഇന്ത്യ ചൈന ഒരു ഫുൾ വാർ, ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് അല്ല, ഒരു ഫുൾ വാർ ഉണ്ടാകാനുള്ള സാധ്യത പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇതിൻ്റെ പിറകിലൊരു സംഭവമുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം? അതായത് ചൈന വളരെ നാളുകൾ കൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റീജിയനാണ് ഈസ്റ്റേൺ ലഡാക്ക്. നമ്മൾ ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈസ്റ്റേൺ ലഡാക്ക് എവിടെയാണ്. അപ്പോൾ ഈസ്റ്റേൺ ലഡാക്കിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റി. ഇനി നമ്മളിത് ഓരോ ടെക്നിക്കൽ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. അപ്പം ആർട്ടിക്കിൾ 370 മാറ്റിയ ശേഷം ജമ്മു ആൻഡ് കാശ്മീരിനെ 2 മാറ്റി. അതിൽ ഈ പറയുന്ന ലഡാക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് യൂണിയൻ്റെ, അതായത് നേരിട്ടുള്ള കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റി. അപ്പം അതേപോലെ തന്നെ കഴിഞ്ഞ 1 മാസം കൊണ്ട് വലിയ ഡിസ്കഷൻ നടക്കുകയാണ് ഇന്ത്യൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും. അതേപോലെ തന്നെ ആ റീജിയനിലുള്ള ചില ന്യൂസ് പേപ്പറുകളിലോ, അതായത് ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പറുകളിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഈ പറയുന്ന ലഡാക്കിനെ ആർട്ടിക്കിൾ 371, അതായത് 371 നിങ്ങൾക്കറിയാം, അത് 370 യാതൊരു ബന്ധവുമില്ല. അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്.
അപ്പോൾ ആർട്ടിക്കിൾ 370 ആ രീതിയിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി അതിന് സ്റ്റേറ്റ്ഹുഡ് കൊടുക്കുക. അപ്പം ലഡാക്കിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്, അതിന് ഫുൾ സ്റ്റേറ്റ് കൊടുക്കണം. അപ്പം ആർട്ടിക്കിൾ 371 വരികയാണെങ്കിൽ അപ്പം അത് കൊണ്ടുവരുവാൻ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയും മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് കേരളത്തിലെ പത്രങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യമായിട്ട്, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ മീഡിയയിൽ മെയിൻ സ്ട്രീമിലായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിനെ ഏത് രീതിയിലായിരിക്കും ചൈന കാണുന്നത്? അപ്പം ഞാൻ ആ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലോട്ട് തന്നെ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈസ്റ്റേൺ ലഡാക്ക് ഈ ചൈനയ്ക്ക് താല്പര്യം ഉണ്ടായതിൻ്റെ കാരണം എന്താ? ഇതിനകത്ത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വാങ്ങുന്ന ക്രൂഡ് ഓയിൽ അതിപ്പോൾ അത് ചൈനയിൽ വരുന്നത് ഈ പറയുന്ന കടലോരം മുഴുവനും ചുറ്റിയിട്ടാണ് വരുന്നത്. അതായത് അതിൻ്റെ ലാൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജാണ്. അപ്പോൾ ഈ ഈസ്റ്റേൺ ലഡാക്കും കൂടെ ചൈനയുടെ കയ്യിൽ വന്നാൽ ഇതുവഴി പൈപ്പ് ലൈൻ ഇടാനും, അതേപോലെ തന്നെ സിൽക്ക് റോഡിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ചൈന യൂറോപ്പിലോട്ട് ജർമ്മനി വരെ ഉണ്ടാക്കാൻ വെച്ചിരുന്ന സിൽക്ക് റോഡ്, ആ സിൽക്ക് റെയിൽവേ, അത് തൽക്കാലം നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ. ഇതിൻ്റെ പണി ഏകദേശം കഴിയുന്ന രീതിയിലോട്ട് പോകുന്ന സമയത്താണ് ഇറ്റലിയിൽ പുതിയ മന്ത്രിസഭ മെലോണി, അതായത് ഫാർ റൈറ്റ് ആക്ടിവിസ്റ്റാണ്, അവർ അധികാരത്തിൽ വരികയും ഇറ്റലിയും ചൈനയുമായി നടത്തിയ ആ കരാർ, ഒപ്പിട്ട കരാർ അവർ തള്ളിക്കളയുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു പ്രോജക്റ്റ് തൽക്കാലം നടക്കത്തില്ല. പക്ഷെ ആ പ്രോജക്റ്റുമായിട്ട് ആ റോഡുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചാൽ, അതായത് ഈ സിൽക്ക് റോഡുമായിട്ട് ഈസ്റ്റേൺ ലഡാക്കിൽ കൂടെ, അതായത് സൗദി UAE നിന്ന് വരുന്ന റോഡ് മാർഗവും ട്രെയിൻ മാർഗവും ബന്ധിപ്പിച്ചാൽ ചൈനയിലേക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ വരവ് ഇപ്പോൾ കൊണ്ടുപോകുന്നതിൻ്റെ 4/1 ചെലവിന് ചൈനയ്ക്ക് ഇത് കിട്ടും. ഇതാണ് ഇവർ ഈസ്റ്റേൺ ലഡാക്കുമായിട്ടും, അതായത് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ഈസ്റ്റേൺ ലഡാക്കിന് വേണ്ടിയുള്ള വാറാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോ ഇൻസിഡൻ്റ് എടുത്ത് നോക്കുക. ഇപ്പം ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഇടയ്ക്ക് ജപ്പാൻ സന്ദർശിച്ച സമയത്തൊരു കാര്യം പറഞ്ഞപ്പം അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ഈ എന്തുകൊണ്ടാണ് ഉക്രൈൻ റഷ്യ വാറിൽ റഷ്യയുടെ ആയിട്ട് ഇന്ത്യ ഇത്ര ബന്ധത്തിൽ പോകുന്നത്? അതായത് ഇൻവേഷൻ, അതായത് ഉക്രൈൻ പിടിച്ചടക്കാൻ പോയ ശേഷം എന്തുകൊണ്ടാണ് ഇന്ത്യ ഉക്രൈൻ്റെ കൂടെ നിൽക്കാതെ? അപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി വളരെ കൃത്യമായിട്ടൊരു ഉത്തരം കൊടുത്തു. ഏതാണ്ട് ഇന്ത്യയുടെ 38,000 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഇന്ത്യ ചൈന ഫസ്റ്റ് വാറിൽ ചൈന പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇൻവേഷനാണ് നടത്തിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും യൂറോപ്യൻ രാജ്യങ്ങളോ മറ്റ് രാജ്യങ്ങളോ കൺസേൺഡ് അല്ല. പിന്നെ നിങ്ങളുടെ, അതായത് യൂറോപ്പിൻ്റെയും വെസ്റ്റിൻ്റെയും കാര്യം വരുമ്പോൾ അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് വരുന്നു. അതേപോലെ തേർഡ് വേൾഡ് രാജ്യങ്ങളുടെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുന്നു. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യവും ഇതേപോലെ തന്നെ ഈ ചൈന പിടിച്ചെടുത്ത ഈ സ്ഥലത്തെ അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് യഥാർത്ഥ ഇപ്പോൾ നടക്കുന്ന കണ്ടംപററി ആ ഇഷ്യൂവിലോട്ടൊന്ന് പോകാം. എന്തുകൊണ്ടാണ് ചൈന ഈ പറയുന്ന ഈസ്റ്റേൺ ലഡാക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ചൈന എത്ര വർഷം കൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്തത്? അതായത് കഴിഞ്ഞ 15 വർഷം കൊണ്ട് ചൈന പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈസ്റ്റേൺ ലഡാക്ക് പിടിച്ചെടുക്കാൻ. പ്രധാനമായിട്ടും ഈ ക്രൂഡ് ഓയിലുമായിട്ടുള്ള ഈ സംഭവമാണ് പെട്ടെന്ന് എത്തുക. അപ്പം ഇതിനകത്ത് മൻമോഹൻ സിംഗ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് ചൈനയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു ഇന്ത്യയുമായിട്ട് ഒന്ന് മുട്ടാൻ, അതായത് വാറുമായിട്ട് ഏർപ്പെടാൻ. പക്ഷെ വീണ്ടും അവർ വെയിറ്റ് ചെയ്ത്, കാരണം ഗ്ലോബലായിട്ട് ചൈനയ്ക്കെതിരെ മറ്റുള്ള രാജ്യങ്ങൾ തിരിയുകയും അപ്പം അതിൻ്റെ പേരിൽ അത് നീട്ടിക്കൊണ്ടു പോവുകയും അപ്പം അതിൻ്റെ പ്ലാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇപ്പോഴാണ് ചൈനയ്ക്ക് ബോധ്യമായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മോദിയുടെ അണ്ടർ കൺട്രോളിൽ പൂർണ്ണമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അതായത് ഒരു സമയത്ത് പ്രശ്നമുണ്ടായിരുന്നു കാശ്മീർ. ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഇഷ്യൂ ആയിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യ ഒരു ഒരസലുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ മോദി അതായത് പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ടസൽ ഏതാണ്ട് പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടറായി.
പാകിസ്ഥാൻ ഒരു വാർ ഇന്ത്യയുമായിട്ട് വരാൻ പോകുന്ന 30-40 വർഷം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലേ അല്ല. ഏതാണ്ട് പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും സറണ്ടർ ആയിപ്പോയി എന്നതിൻ്റെ ലക്ഷണം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണെങ്കിൽ അവിടുത്തെ മന്ത്രിമാരും അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, പാകിസ്ഥാനുമായിട്ടുള്ള ഡിസ്കഷൻ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്തിട്ടില്ല. ടെററിസത്തെ എന്ന് പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയും അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് ഫർദർ ഡിസ്കഷൻ അവർ തയ്യാറാണ്. അതായത് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ടെററിസം നിർത്തണം. പാകിസ്ഥാൻ്റെ ഒരു ധാരണയായിട്ടുണ്ടോ, എനിക്ക് തോന്നുന്നു 1-2 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ ഈ കാശ്മീർ ഇഷ്യൂ പൂർണ്ണമായിട്ട് തള്ളിക്കളയും. കാരണം ഇനി അവർക്ക് ഈ കാശ്മീർ ഒരു ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതായത് ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയ ശേഷം ഇന്ത്യൻ സൈന്യം ഈ കാശ്മീരിൽ ഏകദേശം സമാധാനം പൂർണ്ണമായി എന്ന നിലയിൽ തന്നെയാണ് പോകുന്നത്. അവിടുത്തെ സ്കൂളുകൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം ഹർത്താലും ബന്ധുവായിരുന്നു, അതില്ലാതായി. അതായത് നോർമൽ ലൈഫിലോട്ട് കാശ്മീരി ജനത ഇങ്ങോട്ട് വരികയും ഇന്ത്യ ഗവൺമെൻറ്റിനെ, അതായത് സെപ്പറേറ്റിസ്റ്റ് ആയിട്ടിരുന്ന പലരും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു. അതായത് കാശ്മീർ എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഗ്ലോബലായിട്ട് ഇനി അത് പാകിസ്ഥാന് വലുതായിട്ട് ഉന്നയിക്കാനും കഴിയില്ല. അതുപോലെ തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഈ പ്രശ്നം പൂർണ്ണമായിട്ടും മാറാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ഇല്ലാതാകുന്നു, കാശ്മീർ ഇഷ്യൂ അല്ലാതായി മാറുന്നു, നോർത്ത് ഈസ്റ്റിൽ ഈ പറയുന്ന പോലെ മണിപ്പൂർ അങ്ങനെയുള്ള ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ ചൈനയുടെ ബോർഡറിലുള്ള അരുണാചലാണെങ്കിലും മറ്റുള്ള പ്രദേശങ്ങളാണെങ്കിലും ഈ ആ ഇഷ്യൂ പോലും ഇന്ത്യക്ക്, അതായത് നരേന്ദ്രമോദി വന്ന ശേഷം ഇന്ത്യക്ക് ഒരു പ്രശ്നമല്ലാതായി മാറിയിട്ടുണ്ട്. ഏകദേശം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചൈനയെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണത്താലാണ് ചൈന തന്നെ നേരിട്ട് ഈ ഗാൽവാനാണെങ്കിലും ലഡാക്കിലാണെങ്കിലും അരുണാചൽ പ്രദേശിൽ ഈ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഈ റിപ്പോർട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ വായിക്കണം, ഇത് വെബിൽ കിടപ്പുണ്ട്. ഇതിനെപ്പറ്റി ശരിക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിമനോഹരമായിട്ടാണ് ഓരോ ഇൻസിഡൻറ്റ് വെച്ച് ഇത് എഴുതിയിരിക്കുന്നത്. പല ന്യൂസ് പേപ്പറുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടോട്ടാലിറ്റി പറയുവാണെങ്കിൽ ഈ അരുണാചലിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ലഡാക്കിലും ഗാൽവാനിലും സിക്കിമിൻ്റെ ഭാഗത്തും ഈ ചൈന പ്രശ്നം ഉണ്ടാക്കുന്ന ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നത് മാത്രമാണ്. ഒരു കാര്യം ചൈനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം, പഴയ ഒരു ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യ ഏതാണ്ട് സൂപ്പർ ശക്തിയായിട്ട് മാറുകയാണ്. അതും ചൈനയ്ക്ക് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ചൈനയിലുള്ള പല ഫാക്ടറികളും, അതായത് പല മാനുഫാക്ചറിങ് ഹബ്ബുകൾ, ഗ്ലോബലായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ചൈനയുടെ ശത്രുക്കളായ വിയറ്റ്നാം, തായ്വാൻ, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. ഇതൊക്കെ ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റഷ്യയുമായിട്ട് ഇന്ത്യയുടെ ഒരു ബന്ധം അതിശക്തമാണ്. അതേപോലെ ഗ്ലോബൽ രാജ്യങ്ങൾ ഇന്ത്യയെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതുമെല്ലാം ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ നോക്കിക്കണ്ടിട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ചൈന മുന്നോട്ടിറങ്ങുന്നു. ചൈന ഡെലിബറേറ്റ് ആയിട്ട് പ്രകോപനം സൃഷ്ടിച്ചിട്ട് ഒരു വാറിലോട്ട് ഇന്ത്യയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇതിൻ്റെ എല്ലാം കരുതി കൂട്ടി നടത്തുന്ന ഈ പ്രകോപനം എന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.